പ്രചോദനാത്മക പ്രഭാഷണം കേട്ട് മടങ്ങിയെത്തിയ കമ്പനി മാനേജർ തന്റെ കീഴുദ്യോഗസ്ഥനോട് പറഞ്ഞു, ഇനി മുതൽ താങ്കൾ കാര്യങ്ങൾ നിയന്ത്രിക്കണം. അത് കമ്പനിയുടെ ഉൽപാദനക്ഷമത കൂട്ടും. എനിക്ക് ശമ്പളം കൂട്ടിത്തരുമോ എന്നയാൾ ചോദിച്ചു. പണമല്ല നമ്മെ പ്രചോദിപ്പിക്കേണ്ടത്, പണം ഒരിക്കലും സംതൃപ്തി തരില്ലെന്ന് മാനേജർ വീണ്ടും ഉപദേശിച്ചു. ഉൽപാദനം കൂട്ടിയാൽ എനിക്ക് ശമ്പളം കൂട്ടിത്തരുമോ എന്നയാൾ വീണ്ടും ചോദിച്ചു. മാനേജർ പറഞ്ഞു, എങ്ങനെയാണ് സ്വയം പ്രചോദിപ്പിക്കേണ്ടതെന്ന് താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ പുസ്തകം കൊണ്ടുപോയി വായിച്ചു നോക്കൂ. പുസ്തകവും വാങ്ങി നടന്നു നീങ്ങിയ അയാൾ തിരിഞ്ഞു നിന്ന് വീണ്ടും ചോദിച്ചു, ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചാൽ എനിക്ക് ശമ്പളം കൂട്ടിത്തരുമോ? എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തരമാണ്. ഒരേ സ്ഥലത്ത് ഒരേ തൊഴിൽ ചെയ്യുന്നവർക്ക് പോലും അത് ചെയ്യുന്നതിൻ്റെ കാരണം പലതായിരിക്കും. ചിലർക്കത് നിയോഗം, ചിലർക്ക് നിവൃത്തികേട്, കുറച്ചു പേർക്ക് ഒരു ഫാഷൻ, വേറെ ചിലർക്ക് സമയം കളയാനുള്ള മാർഗം. എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ അതിനുവേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ. സ്വന്തം ഉദ്ദേശ്യങ്ങളെ കൂടെയുള്ളവരിലേക്ക് കൂടി സന്നിവേശിപ്പിക്കാൻ കഴിയാത്തവർക്ക് ഉൽപാദനക്ഷമതയോ പ്രവർത്തന മികവോ കൈവരിക്കാനാകില്ല. സഹകാരികളുടെ മനസ്സറിയാതെ എങ്ങനെയാണ് സഹകരണം ഉറപ്പുവരുത്താനാകുക? ഓരോ തൊഴിലും നൽകുന്ന അനുഭവങ്ങളും തിരിച്ചറിവുകളും അന്തസ്സും ചേർത്ത് വച്ചാണ് ജീവിതത്തിന്റെ തുലാഭാരം നടത്തേണ്ടത്. വരുമാനം മാത്രം പ്രതിഫലമായി കാണുന്നവർ വരുന്നതും പോകുന്നതും ശമ്പളത്തിന്റെ കനവുമായി തട്ടിച്ചു നോക്കിയായിരിക്കും. സന്തോഷവും സംതൃപ്തിയും അളക്കേണ്ടത് പണത്തിന്റെ ത്രാസിലാവരുത്.